സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റവന്യൂ റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഏർണിംഗ്സ് ഡ്യൂറിംഗ് ദ പീരീഡ് ഇൻ വിച്ച് the sale is made, the products are manufactured, the cash is collected, the planning take place. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഒരു സെയിൽ നടക്കുമ്പോൾ, ഗുഡ്സിൻ്റെ സെയിൽ നടക്കുമ്പോൾ എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ആ സെയിൽ നടക്കുന്ന സമയത്താണോ, അതോ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ സെയിൽ ആ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണോ, അതോ ക്യാഷ് കിട്ടുമ്പോഴാണോ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അതോ പ്ലാനിങ് നടക്കുന്ന സമയത്താണോ? എന്തായിരിക്കും ആൻസർ? എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ആ ഒരു പെർട്ടിക്കുലർ സെയിൽ നടക്കുമ്പോഴാണ്. സോ ദ ആൻസർ ഇസ് വെൻ ദ സെയിൽ ഈസ് മെയ്ഡ് എന്നുള്ളതാണ്, അല്ലേ? റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ദ സെയിൽ ഈസ് മെയ്ഡ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ദ ക്യാഷ് ഈസ് കളക്റ്റഡ്. നമ്മൾ ഏത് സിസ്റ്റം അനുസരിച്ചാണ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്? അക്രൂവൽ ബേസിസിലാണ്, ക്യാഷ് ബേസിസിലല്ല. സോ ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നല്ല നമ്മൾ അവിടെ നോക്കുക, അക്രൂവൽ ബേസിസിലാണ്. സോ ഇൻകം ഏൺ ചെയ്താൽ നമ്മൾ ആ ഒരു വർഷം ആ ഇൻകം കാണിക്കും. എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വർഷത്തെ എക്സ്പെൻസ് ആയി കാണിക്കും. ക്യാഷ് ഔട്ട്ഫ്ലോയോ ഇൻഫ്ലോയോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആണോ? ക്യാഷ് കയ്യിൽ നിന്ന് പോയാലേ നമ്മളത് ചെയ്യൂ എന്നാണെങ്കിൽ അത് ക്യാഷ് ബേസിസാണ്. നമ്മൾ ക്യാഷ് ബേസിസ് അല്ല ഫോളോ ചെയ്യുന്നത്, അക്രൂവൽ ബേസിസ് ആണ്. സോ ആൻസർ എന്താണ്? റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളും അക്രൂവൽ ബേസിസും ഒക്കെ അനുസരിച്ച് സെയിൽ നടക്കുമ്പോൾ തന്നെ ആ ഒരു റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. അതുകൊണ്ടാണ് ടോട്ടൽ സെയിൽസിനകത്ത് ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ എന്ന് നമ്മൾ പറയുന്നത്. ക്രെഡിറ്റിന് സെയിൽ നടത്തിയാലും അത് സെയിൽ റവന്യൂ ആയി റെക്കഗ്നൈസ് ചെയ്യും. ക്യാഷ് നമുക്ക് കിട്ടണമെന്നൊന്നും ഇല്ല. സോ വെൻ ദ സെയിൽ ഈസ് മെയ്ഡ് എന്നുള്ളതാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീൽ വിത്ത് റവന്യൂ റെക്കഗ്നിഷൻ? റവന്യൂ റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ്? ഇൻഡ് AS 12 ആണോ, 18 ആണോ, 28 ആണോ, 17 ആണോ? ഓക്കെ അല്ലേ? ഏതായിരിക്കും ആൻസർ? ആൻസർ IAS 18 എന്നുള്ളതാണ്. IAS 18 revenue deals with the recognition of revenue arising from sale of goods, rendering of service, use of entity, assets by others, interest, royalty, dividend, etc. ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഏത് AS-ലാണ്? ഇൻഡ് AS 18-ലാണ്. ക്ലിയർ ആണോ? ഒരു പ്രധാനപ്പെട്ട കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇൻഡ് AS 18 ഇപ്പം നിലവിലില്ല. IFRS 15 ഇൻഡ് AS 18-നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇപ്പോൾ IFRS 15 ആണ് ഈ ഒരു പെർട്ടിക്കുലർ റവന്യൂ റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഇൻഡ് AS 18 അല്ല. ക്ലിയർ അല്ലേ? നമ്മുടെ ഓപ്ഷനിൽ IFRS 15 ഒന്നും ഇല്ലായിരുന്നു. ആ പഴയ രീതിയിലുള്ള ആ ഒരു സംഭവം തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് IAS 18 എന്ന് നമ്മൾ അവിടെ ചൂസ് ചെയ്തത്. ക്ലിയർ ആണോ? IAS 18 പഴയതാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് IFRS 15 ആണ് നിലവിലുള്ളത്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, which accounting convention state that accounting practice should remain unchanged from time to time? അതായത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് അത് കാലാകാലങ്ങളിൽ ചേഞ്ച് കൂടാതെ നിലനിൽക്കണം എന്ന് ഏത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺവെൻഷൻ ആണ് പറയുന്നത്? ഫുൾ ഡിസ്ക്ലോഷർ ആണോ, മെറ്റീരിയാലിറ്റി ആണോ, കൺസർവേറ്റിസം ആണോ, അതോ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ആണോ ഇത് പറയുന്നത്? ക്ലിയർ അല്ലേ? ഏതാണ് ആൻസർ? കൺസിസ്റ്റൻസി എന്നുള്ളതാണ് ആൻസർ. കൺസിസ്റ്റൻസി കൺവെൻഷനിലെ പ്രിൻസിപ്പിൾ എന്താ നമ്മളോട് പറയുന്നത്? ദ കൺസിസ്റ്റൻസി കൺവെൻഷൻ സ്റ്റേറ്റ് ദാറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഷുഡ് ബി അപ്ലൈഡ് യൂണിഫോംലി ഓവർ ടൈം. നിങ്ങൾ ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് കണ്ടെത്തുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും അക്കൗണ്ടിങ് ചെയ്യുമ്പം ഡിപ്രീസിയേഷൻ കണ്ടെത്തുക. മാറ്റം ഉണ്ടാകാതെ നിങ്ങളത് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ കമ്പാരിസൺ നടക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയറബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനിയും നിങ്ങൾക്കിത് മാറ്റാനേ പറ്റില്ല എന്നല്ല, ഇൻ കേസ് നിങ്ങൾക്കത് മാറ്റണമെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ മെത്തേഡ് മാറ്റുന്നു എന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. ഇത് മാറ്റുന്നത് കൊണ്ടുള്ള ചേഞ്ചസ് എന്തൊക്കെ വരും എന്നുള്ള കാര്യവും പ്രോപ്പറായി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പറ്റുന്ന അത്രയും സമയവും യൂണിഫോം ആയിട്ട് മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പറയുന്നത്.
ക്ലിയർ ആണോ? ഇഫ് എ ചേഞ്ച് ഈസ് മെയ്ഡ് ഇറ്റ് മസ്റ്റ് ബി ക്ലിയർലി ഡിസ്ക്ലോസ്ഡ് ആൻഡ് ജസ്റ്റിഫൈഡ്. പ്രോപ്പറായിട്ട് അത് ഡിസ്ക്ലോസ് ചെയ്യണം, ജസ്റ്റിഫൈ ചെയ്യണം. എന്തുകൊണ്ട് ഈ ചേഞ്ച് മൂലം ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. സോ ആൻസർ എന്താണ്? കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. നാലാമത്തത്, റിപ്പയർസ് ഇൻകേർഡ് ബിഫോർ യൂസിങ് എ സെക്കൻഡ് ഹാൻഡ് വാൻ പർച്ചേസ് റീസെൻ്റ്ലി. നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാൻ പർച്ചേസ് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു? റിപ്പയർ നടത്തി, ആ വാനിന് റിപ്പയർ നടത്തി, എന്നാൽ മാത്രമേ അത് ഉപയോഗയോഗ്യമാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പയർ നിങ്ങളെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, അത് ഇതൊന്നുമല്ലേ? അതാണ് ചോദ്യം. റിപ്പയർ അല്ലേ, റിപ്പയർ എന്ന് മാത്രം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് റവന്യൂ രീതിയിലുള്ളതാണ്. പക്ഷെ ഇത് എന്തിൻ്റെ റിപ്പയറാ? ഒരു അസറ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ റിപ്പയറാ. ഒരു സെക്കൻഡ് ഹാൻഡ് വാൻ മേടിച്ചു, അത് ഉപയോഗയോഗ്യമാകണമെങ്കിൽ റിപ്പയർ നടത്തിയേ പറ്റൂ. ക്ലിയർ ആണോ? നമ്മൾ കോസ്റ്റ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ഒരു ഫിക്സഡ് അസറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുന്നത്? അത് പർച്ചേസ് ചെയ്ത പ്രൈസ് പ്ലസ് അതിനെ നിങ്ങളുടെ ഫാക്ടറി അല്ലെങ്കിൽ ആ പ്ലേസ് ഓഫ് ബിസിനസ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് പ്ലസ് എനി എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ മേക്കിംഗ് ഇറ്റ് യൂസ്ഫുൾ. യോഗ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ വേറെ എന്തൊക്കെ ചിലവ് വഹിച്ചിട്ടുണ്ടോ അതെല്ലാം ആ അസറ്റിൻ്റെ ചിലവായിട്ട് കൂട്ടണം. ക്ലിയർ ആണോ? ഈ റിപ്പയർ എന്തിനു വേണ്ടിയിട്ടാണ്? ആ സെക്കൻഡ് ഹാൻഡ് വാൻ ഉപയോഗയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ആ റിപ്പയറിൻ്റെ എക്സ്പെൻസ് ആ സെക്കൻഡ് ഹാൻഡ് വാനിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിലേക്ക് ആഡ് ചെയ്യും. സോ അതെന്തായിരിക്കും? റവന്യൂ ആണോ, ക്യാപിറ്റൽ ആണോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്ലിയർ ആണോ? റിപ്പയർ മെയ്ഡ് ബിഫോർ യൂസിങ് എ സെക്കൻഡ് ഹാൻഡ് വാൻ ടു ബ്രിങ് ഇറ്റ് ഇൻ ടു വർക്കിംഗ് കണ്ടീഷൻ, അത് വർക്കിംഗ് കണ്ടീഷനിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ആർ കൺസിഡേർഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അതിനെ റെഗുലർ എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്യത്തില്ല, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ ആ വാനിൻ്റെ വിലയോടൊപ്പം ഈ റിപ്പയറിൻ്റെ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യപ്പെടും, ക്യാപിറ്റലൈസ് ചെയ്യപ്പെടും. അടുത്ത ചോദ്യം, state the minimum percentage of profit that has to be transferred to general reserve by a joint stock company if the dividend declared is 18%. ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്തു, 18% ഡിവിഡൻഡ് കൊടുക്കാമെന്നാണ് അവർ ഡിക്ലയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അവർ ജനറൽ റിസർവിലേക്ക് മാറ്റി വെക്കണം? 18% ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചാൽ എത്ര ശതമാനം, പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം ജനറൽ റിസർവിലേക്ക് മാറ്റി വെക്കണം? 0% ആണോ, 10% ആണോ, 7.5% ആണോ, 5% ആണോ? ആൻസർ എന്ന് പറയുന്നത് 7.5% ആണ്. കമ്പനീസ് റൂൾ 1975 പ്രകാരം if a dividend is between 15% to 20%, 15%-നും 20%-നും ഇടയ്ക്കുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് ആണ് കമ്പനി ഡിക്ലയർ ചെയ്യുന്നതെങ്കിൽ കമ്പനി മസ്റ്റ് ട്രാൻസ്ഫർ അറ്റ്ലീസ്റ്റ് 7.5% ഓഫ് കറണ്ട് പ്രോഫിറ്റ് ടു ജനറൽ റിസർവ്. ക്ലിയർ ആണോ? അതാണ് നിയമം. 7.5 എങ്കിലും ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? അതുകൊണ്ട് ആൻസർ എന്താ? 7.5 ആണ്. ആ നിയമം നോക്കിക്കേ, 10% വരെയാണ് ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്യുന്നതെങ്കിൽ ഒന്നും തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട എങ്ങോട്ട്? ജനറൽ റിസർവിൽ. 10%-നും 12.5%-നും ഇടയ്ക്കാണെങ്കിൽ 2.5% ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. 12.5%-നും 15%-നും ഇടയ്ക്കാണെങ്കിൽ 5% ഓഫ് പ്രോഫിറ്റ് ജനറൽ റിസർവിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഇനി 15 to 20% ആണെങ്കിൽ 7.5% ട്രാൻസ്ഫർ ചെയ്യണം. 20% ആണെങ്കിൽ മിനിമം 10% എങ്കിലും ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. എങ്ങോട്ടേക്ക്? ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ആൻസർ എന്താണ്? 7.5%. അടുത്ത ചോദ്യം, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ എ സോൾ പ്രൊപ്രൈറ്റർ ഓൺ ഹിസ് ബിസിനസ് ഇൻകം ഷുഡ് ബി. എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആരുടെ ഇൻകം ടാക്സാ? സോൾ പ്രൊപ്രൈറ്ററുടെ ഇൻകം ടാക്സ് ആണ്. ഓക്കെ ആണോ? സോൾ ട്രേഡർ എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ മാത്രമാണ് ആ ബിസിനസ്സിൻ്റെ ഓണർ. സോ അയാളായിരിക്കും എൻറ്റയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലാഭമുണ്ടെങ്കിൽ മുഴുവനായി അയാൾ തന്നെ എടുക്കും, നഷ്ടമാണെങ്കിലും അയാൾ തന്നെ മുഴുവൻ സഫർ ചെയ്യും. സെപ്പറേറ്റ് എൻറ്റിറ്റി ആണോ? അക്കൗണ്ടിങ് ടേംസിൽ സെപ്പറേറ്റ് എൻറ്റിറ്റിയാ. ലീഗലി നോക്കുമ്പോൾ സെപ്പറേറ്റ് ആണോ? അല്ല. സോൾ പ്രൊപ്രൈറ്ററും അതുപോലെ തന്നെ അയാളുടെ ബിസിനസ്സും ഒന്നായിട്ടാണ് നിയമത്തിൻ്റെ കണ്ണിൽ കാണപ്പെടുന്നത്. അക്കൗണ്ടിങ്ങിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യുന്നു. പക്ഷെ നിയമത്തിൻ്റെ മുന്നിൽ സോൾ ട്രേഡറും അയാളുടെ ബിസിനസ്സും ഒന്ന് തന്നെയാണ്. സോ അയാളുടെ ഫേമിനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ അയാളുടെ പേരിൽ തന്നെ ആയിരിക്കും കംപ്ലയിൻറ്റ് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അയാളെ തന്നെ ആയിരിക്കും സ്യൂ ചെയ്യുന്നത്. അയാൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം, അയാൾ സ്വന്തം പേരിലായിരിക്കും മറ്റൊരാൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. സോ ലീഗലി അവർ സെപ്പറേറ്റ് പേഴ്സൺ അല്ല. ഓക്കെ അല്ലേ? അത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനിയും ചിന്തിക്കുക,
അയാളുടെ ഇൻകം ടാക്സ് ഉണ്ട്, ക്ലിയർ ആണോ? ഇൻകം ടാക്സ് പെയ്ഡ് ബൈ എ സോൾ പ്രൊപ്രൈറ്റർ. അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടാക്സ് ആണ്, അത് അയാളുടെ ഇൻകം ടാക്സിലായിരിക്കുമല്ലോ ഉൾപ്പെട്ടിരിക്കുക. കാരണം അയാൾ തന്നെയല്ലേ, ഓണർ തന്നെയല്ലേ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. കാരണം സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല നിയമത്തിൻ്റെ കണ്ണിൽ. സോ ഇൻകം ടാക്സ് ലോയുടെ കണ്ണിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല. സോ അയാളുടെ ബിസിനസ്സിൻ്റെ ഇൻകം അയാളുടെ പേഴ്സണൽ ഇൻകത്തിനകത്ത് തന്നെ ഉൾപ്പെടുത്തും. ക്ലിയർ ആണോ? ഇൻകം ടാക്സിൽ ഒരു വ്യക്തിയുടെ ഇൻകത്തെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വ്യക്തിയുടെ, ഈ സോൾ ട്രേഡറുടെ ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിനകത്തായിരിക്കും അയാളുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഇൻകത്തിൻ്റെ മേലുള്ള ടാക്സ് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സോ ഈ ടാക്സ് എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്, പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണോ? ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണോ? ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്, പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണോ? ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ബാലൻസ് ഷീറ്റ്, അയാളുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണോ? ഓരോന്നും നോക്കാം. പി ആൻഡ് എൽ അക്കൗണ്ടിൽ കൊണ്ട് ഡെബിറ്റ് ചെയ്യണോ? അതൊരു എക്സ്പെൻസ് ആണോ? ബിസിനസിൻ്റെ എക്സ്പെൻസ് ആണോ? കാരണം ബിസിനസ് അല്ല പേ ചെയ്യുന്നത്, ബിസിനസ്സിന് വേണ്ടി ആരാ പേ ചെയ്യുന്നത്? സോൾ ട്രേഡറാണ്. സോ ബിസിനസിൻ്റെ എക്സ്പെൻസ് അല്ല, സോ ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രേഡിംഗ് അക്കൗണ്ടിൽ ചെയ്യണോ? ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ, സോ ട്രേഡിംഗ് അക്കൗണ്ടിലും ചെയ്യേണ്ട. ഇനി ക്രെഡിറ്റഡ് ടു പി ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ആണ് പി ആൻഡിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ടാക്സ് പേ ചെയ്താൽ ഒരിക്കലും ഇൻകം അല്ല, അതൊരു ചെലവ് തന്നെയാണ്, സോ ഒരിക്കലും ക്രെഡിറ്റഡ് അല്ല. പിന്നെ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു. ഇനി എന്തുകൊണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ സോൾ പ്രൊപ്രൈറ്റർ ഈസ് ട്രീറ്റഡ് ആസ് പേഴ്സണൽ എക്സ്പെൻസ്, അയാളുടെ പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അയാൾ തന്നെയാണ് ബിസിനസ്. അപ്പോൾ ബിസിനസിൻ്റെ ഇൻകം ഇൻകത്തിൻ്റെ മേലെ അയാൾ ടാക്സ് പേ ചെയ്താൽ അയാൾ സ്വന്തം ഇൻകത്തിൻ്റെ മേലാണ് ടാക്സ് പേ ചെയ്യുന്നത്. സോ പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സിൻ്റെ ചിലവെന്ന രീതിയിൽ പി ആൻഡ് എല്ലിൽ കാണിക്കത്തില്ല. പകരം എന്ത് ചെയ്യും? അയാൾക്ക് കൊടുക്കാനുള്ള പൈസ, ബിസിനസ് അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ക്യാപിറ്റൽ അതിൽ നിന്ന് കുറച്ച് കാണിക്കും. ഓക്കെ ആണോ? അതിൽ നിന്ന് കുറച്ച് കാണിക്കും. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു വേർഷൻ പറയാം. ഇതൊരു കമ്പനി ആയിരുന്നെങ്കിൽ ഓക്കെ ആണോ, അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എല്ലിൽ എക്സ്പെൻസ് ആയി കാണിച്ചതിനെ കമ്പനിയുടെ ഇൻകം ടാക്സ് പെയ്ഡ് ഓർത്തിരിക്കുക. കാരണം എന്താ? കമ്പനി ലീഗലി സെപ്പറേറ്റ് പേഴ്സണാണ്. ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ലീഗലി സെപ്പറേറ്റ് അല്ല. അക്കൗണ്ടിങ് ടേംസിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് സെപ്പറേറ്റ്. കമ്പനി എന്ന് പറയുന്നത് ലീഗലി സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് കമ്പനിയുടെ ഇൻകം ടാക്സ് കമ്പനിയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ എക്സ്പെൻസ് ആയിട്ടുള്ളത് കാണും. ക്ലിയർ ആണോ? പക്ഷേ സോൾ ട്രേഡറുടെ കേസിൽ അയാൾ ആ ഓണർ തന്നെ പേ ചെയ്യുന്നു, അയാളുടെ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പേ ചെയ്യുന്നു. സോ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ കമ്പനി എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എല്ലിൽ എക്സ്പെൻസ് സൈഡിൽ വന്നേനെ. ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? ഇവിടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്. സോൾ ട്രേഡർ ആൻഡ് ഹിസ് ബിസിനസ് ദേ ആർ ട്രീറ്റഡ് ആസ് വൺ ഇൻ ഫ്രണ്ട് ഓഫ് ലോ. എന്നാൽ കമ്പനി അങ്ങനെയല്ല, കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ. ഓക്കെ ആണോ? അതാണ് ആ ഒരു ആൻസർ അവിടെ വന്നത്. ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്യാൻസലേഷൻ ഓഫ് ഷെയർ അറ്റ് ദ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ സ്വയമേ തന്നെ ഷെയർ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. അതിനെ ഫോർ ഫീച്ചർ എന്നാണോ പറയുന്നത്? സറണ്ടർ എന്നാണോ? അണ്ടർ റൈറ്റിംഗ് എന്നാണോ? അതോ നൺ ഓഫ് ദി എബവ് ആണോ? ഏതായിരിക്കും? ഫോർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഷെയർ ഒരു കമ്പനി ഇഷ്യൂ ചെയ്തു, അതിൻ്റെ മേൽ പൈസ ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുക്കാനുണ്ട്. പല കോൾസിലായിട്ടായിരിക്കും അത് മേടിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൾ ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ആ ഷെയർ ക്യാൻസൽ ചെയ്യുന്നതിനെ ഫോർ ഫീച്ചർ എന്ന് വിളിക്കുന്നത്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം സബ്സ്ക്രിപ്ഷൻ തികഞ്ഞില്ലെങ്കിൽ ഇഷ്യൂ ക്യാൻസൽ ചെയ്യണം. സോ അണ്ടർ റൈറ്ററുടെ സഹായം തേടും. അയാൾ എന്ത് ചെയ്യും? 90% സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കുന്നു. അതാണ് അണ്ടർ റൈറ്റിംഗ്. സറണ്ടർ എന്ന് പറയുന്നതാണ് ഒരു ഷെയർ ഹോൾഡർ സ്വയമേ തൻ്റെ കയ്യിലുള്ള ഷെയർ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്ക് സറണ്ടർ ചെയ്യുന്നു. അതാണ് സറണ്ടർ ഓഫ് ഷെയർ. സോ ആൻസർ എന്തായിരിക്കും? സറണ്ടർ ആയിരിക്കും. ക്ലിയർ ആണോ? ഫോർ ഫീച്ചർ അല്ല, കാരണം അവിടെ കമ്പനിയാണ് ക്യാൻസൽ ചെയ്യുന്നത്. കോൾസ് ഡിഫോൾട്ട് ചെയ്തുകൊണ്ട്, പൈസ കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഡിഫോൾട്ട് ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡർ. അതുപോലെ തന്നെ അണ്ടർ റൈറ്റിങ്ങും അല്ല, അത് മിനിമം സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, പ്രൊസീജിയർ റിക്വയർമെൻ്റ് ആണ്. ആൻസർ എന്താണ്? സറണ്ടർ ആണ്. സറണ്ടർ ഓഫ് ഷെയർ റെഫർ ടു ദ വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർ ബൈ ദ ഷെയർ ഹോൾഡർ ടു ദ കമ്പനി. ക്ലിയർ ആണോ? ഫോർ ക്യാൻസലേഷൻ. അതിനെ സറണ്ടർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഫോർ ഫീച്ചർ ആകാൻ എന്തുകൊണ്ടാണ്? ഇവിടെ കമ്പനിയാണ് ക്യാൻസലേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഫോർ ഫീച്ചറിൽ കമ്പനിയാണ് ക്യാൻസലേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. സറണ്ടറിൽ ഷെയർ ഹോൾഡറാണ് ക്യാൻസലേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്.
ഓക്കെ അല്ലേ? യെസ്. സോ ആൻസർ ഇസ് സറണ്ടർ. എട്ടാമത്തത്, ദ പ്രോഫിറ്റ് ഓൺ ഡിപ്രീസിയേഷൻ പോളിസി ഈസ് ട്രാൻസ്ഫേർഡ് ടു. ഡിപ്രീസിയേഷൻ പോളിസിയുടെ പ്രോഫിറ്റ് അതെങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ഡിപ്രീസിയേഷൻ റിസർവ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഡിപ്രീസിയേഷൻ റിസർവ് അക്കൗണ്ടിലേക്കാണ് ഡിപ്രീസിയേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഡിപ്രീസിയേഷൻ ചാർജ് ഈസ് ലെസ് ദാൻ ദ എമൗണ്ട് ആക്ച്വലി റിക്വയർഡ്. ക്ലിയർ ആണോ? അതായത് നമ്മൾ കുറച്ച് റിസർവായി മാറ്റി വെച്ചിട്ടുണ്ട് ഡിപ്രീസിയേഷൻ പേ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ അതിൽ കുറവ് മാത്രമേ നമുക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ. സോ നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ നമ്മൾ വകമാറ്റിയിരുത്തിയതിനേക്കാൾ കുറവ് മാത്രമേ ചാർജ് ചെയ്യേണ്ടി വന്നുള്ളൂ. സോ അവിടെ എക്സസ് എമൗണ്ട് ബാക്കി നിൽപ്പുണ്ട്. ആ എക്സസ് എമൗണ്ടിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഈ പ്രോഫിറ്റ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഡിപ്രീസിയേഷൻ റിസർവ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. P&L ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാതെ ആദ്യം ഡിപ്രീസിയേഷൻ റിസർവ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും, എന്നിട്ട് അവിടെ നിന്നായിരിക്കും ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. സോ അതാണ് ആൻസർ. സോ ഡിപ്രീസിയേഷൻ റിസർവ് അക്കൗണ്ടിലേക്കാണ് ഡിപ്രീസിയേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ. ഡിപ്രീസിയേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഡിപ്രീസിയേഷൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവ് മാത്രമേ ആയുള്ളൂ. സോ വക മാറ്റി അതിനേക്കാൾ കൂടുതൽ വെച്ചിരുന്നു. സോ നിങ്ങൾക്ക് അവിടെ ഒരു എക്സസ് എമൗണ്ട് ഉണ്ട്. അത് നിങ്ങളുടെ ലാഭമായി നിങ്ങൾ കണക്കാക്കും. ഡിപ്രീസിയേഷൻ റിസർവ് അക്കൗണ്ടിൽ കൊണ്ടിടും. ക്ലിയർ ആണോ? സോ ആൻസർ ഇസ് ഡിപ്രീസിയേഷൻ റിസർവ് അക്കൗണ്ട്. ഒമ്പതാമത്തത്, donations received by non-profit making organization for a special purpose will be taken to the income and expenditure account. Asset side of balance sheet, liability side of balance sheet will not be considered at all. ഇതെന്തുമായി ബന്ധപ്പെട്ടതാ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാ. ഓക്കെ ആണോ? ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഡൊണേഷനാണ്. ഓക്കെ അല്ലേ? സാധാരണ ഡൊണേഷൻ ആണോ? അല്ല, സ്പെഷ്യൽ പർപ്പസിനുള്ള ഡൊണേഷൻ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ പർപ്പസിനുള്ള ഒരു ഡൊണേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെൻ്റ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കിട്ടുന്നതെങ്കിൽ അത് ആ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ബി ക്യാപിറ്റലൈസ്ഡ്. അത് എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. ക്യാപിറ്റലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കൊണ്ടുപോയി എഴുതും. അവിടെ അല്ലേ ക്യാപിറ്റൽ എഴുതുന്നത്? ഓക്കെ ആണോ? സോ ആൻസർ എന്താണ്? ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ്. Donation received for a special purpose, that is specific fund, are treated as liability until the fund are actually used for the purpose. Clear ആണോ? ഓക്കെ ആണോ? അവിടെ പറഞ്ഞതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ക്യാപിറ്റലൈസ് ചെയ്യുമെന്നല്ല, സോറി, അത് ലൈബിലിറ്റി ആയിട്ട് കണക്കാക്കും. കാരണം എന്താ? അത് ആ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അത് ഉപയോഗിക്കുന്നിടം വരെ അത് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും, ലയബിലിറ്റി സൈഡിൽ കാണിക്കും. So these donations are shown on the liability side of balance sheet under a special fund or earmarked fund account. Special fund എന്ന രീതിയിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഓക്കെ ആണോ? അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. ഓക്കെ അല്ലേ? അതൊരു സ്പെസിഫിക് ഫണ്ട് ആയതുകൊണ്ട് ലയബിലിറ്റി ആയി ട്രീറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലേ വരുള്ളൂ. ക്യാപിറ്റലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ലയബിലിറ്റി ആയി തന്നെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ അതാണ് അവിടെ ആൻസർ, ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. പത്താമത്തത്, അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ദ എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്യാൻ ബി അസർട്ടൈൻഡ്. സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണത്തില്ല. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെ നമ്മൾ കണ്ടെത്തും? നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ പോരെ, നമുക്ക് ബാക്കി ഇൻഫർമേഷൻ എല്ലാം കാണും. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ എങ്ങനെയാണ് വരുന്നത്? ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ നെറ്റ് പർച്ചേസസ്, ഓക്കെ അല്ലേ, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്. ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ അതിൻ്റെ ബാലൻസ് പിന്നെ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാലൻസ് എന്തായിരിക്കും വരിക? അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? സോ ഓപ്ഷൻസ് നോക്കിയിട്ട് പറയുക ഏതായിരിക്കും ആൻസർ. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അസർട്ടൈൻ ചെയ്യാം? ക്രെഡിറ്റർ അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യുന്നത്? ക്രെഡിറ്റർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന വേറെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ? ക്രെഡിറ്റർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഡെറ്റർ അക്കൗണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതെന്താ ആൻസർ? മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ആണോ? മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട്.
In the single entry system, complete records are not maintained. To find out missing information like opening stock, memorandum trading account is prepared. Clear alle? It helps to estimate opening and closing stock, gross profit and other detail by reconstructing the trading result. ബാക്കി എല്ലാ ഇൻഫർമേഷനും കാണും. നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ബാലൻസ് എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും. ഓക്കെ ആണോ? ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും. സോ ആൻസർ മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാനുള്ളതാണ്. ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 20%, ഗ്രോസ് പ്രോഫിറ്റ് GP റേഷ്യോ 20%. ഓക്കെ ആണോ? GP റേറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ്. അങ്ങനെ പറയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് 20% ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസും തന്നിട്ടുണ്ട്, 1,00,000 സെയിൽസ്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ക്ലോസിംഗ് സ്റ്റോക്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് 1,00,000 അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്തായിരിക്കും? എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ ആണോ? അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം 20% ഓഫ് എക്സ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. 20% എന്ന് പറയുമ്പോൾ 20/100 0.20. ബട്ട് 0.20 ഇൻറ്റു എക്സ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്. നമുക്കറിയാം അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ സെയിൽ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്. പിടി കിട്ടിയോ? സെയിൽ എത്രയാ? 1,00,000 അക്വിസിന് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാ? എക്സ് ആണ്. പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ? 0.20 എക്സ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ അത്ര എക്സ് പ്ലസ് 0.20 എക്സ് ഈസ് ഈക്വൽ ടു 1.20 എക്സ്. സോ 1,00,000 ഈസ് ഈക്വൽ ടു 1.20 എക്സ്. അപ്പോൾ എക്സ് എത്രയാ? എക്സ് ഈസ് ഈക്വൽ ടു 1,00,000 ഡിവൈഡ് ബൈ 1.20 ഈസ് ഈക്വൽ ടു 83,333.33 എന്ന് കിട്ടും. ഓക്കെ ആണോ? അതാണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്? എക്സിൻ്റെ 20%. സോ 83,333.33യുടെ 20% ആണ് ഗ്രോസ് പ്രോഫിറ്റ്, വിച്ച് ഇസ് 16,667. ആൻസർ എത്രയാണ്? 16,667 ആണ് ആൻസർ. ഓക്കെ അല്ലേ? 12ാമത്തത്, ഓൺ സീഷർ ഓഫ് ഗുഡ്സ് ബൈ ദ ഹയർ വെൻഡർ ഇൻ എ ഹയർ പർച്ചേസ് ഡീൽ. ഒരു ഹയർ പർച്ചേസ് ഡീലിൽ ഹയർ വെൻഡർ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് സീസ് ചെയ്യുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിൽ ദ ബാലൻസ് ഇൻ ദ അസറ്റ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു. നമ്മുടെ അസറ്റ് അക്കൗണ്ടിലുള്ള ബാലൻസ് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ? ഗുഡ് റീപ്രൊസസ്ഡ് അക്കൗണ്ട് ആണോ? റിക്കവറി അക്കൗണ്ട് ആണോ? ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് ആണോ? ആൻസർ എന്ന് പറയുന്നത് ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട് ആണ്. വെൻ ഗുഡ്സ് ആർ സീസ്ഡ് അല്ലെങ്കിൽ റീപ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹയർ വെൻഡർ, ക്ലിയർ ആണോ? ഹയർ പർച്ചേസിന് വേണ്ടി കൊടുത്തേക്കോ മറ്റേ വ്യക്തിയുടെ കയ്യിൽ. ഓക്കെ ആണോ? അത് നമ്മൾ വീണ്ടും തിരിച്ചെടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ റീപ്രൊസസ് ചെയ്തു. ക്ലിയർ അല്ലോ? ഹയർ വെൻഡർ റീപ്രൊസസ് ചെയ്തു. ഇൻ എ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് ദ ബാലൻസ് ഇൻ ദ അസറ്റ് അക്കൗണ്ട് ഫോർ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട്. അപ്പോൾ എങ്ങോട്ടേക്ക് പോകും? ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ടിലേക്ക് പോകും. ക്ലിയർ അല്ലേ? ഈ അക്കൗണ്ട് എന്താണ് കാണിക്കുന്നത്? ദിസ് അക്കൗണ്ട് റെക്കോർഡ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ടേക്കൺ ബാക്ക് ആൻഡ് ഹെൽപ്പ് ട്രാക്ക് ദ റീപൊസഷൻ പ്രോസസ് സെപ്പറേറ്റ്ലി ഫ്രം നോർമൽ സെയിൽ ഓർ റിക്കവറി. ഓക്കെ അല്ലേ? അതാണ് ആ അക്കൗണ്ട് കാണിക്കുന്നത്. അടുത്തത് 13ാമത്തത്, എമൗണ്ട് കളക്റ്റഡ് ബൈ എ കമ്പനി ആസ് സെക്യൂരിറ്റി പ്രീമിയം ഷുഡ് ബി യൂസ് ടു. ഓക്കെ ആണോ? സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന എമൗണ്ട്, അതായത് 10 രൂപയാണ് ഷെയറിൻ്റെ വാല്യൂ, അത് 12 രൂപയ്ക്ക് വിറ്റു. അപ്പം ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ വിലയ്ക്കാണ് വിറ്റത്. ആ എക്സ്ട്രാ എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയമാണ്, എക്സ്ട്രാ കിട്ടിയ പൈസയാണ്. ക്ലിയർ ആണോ? അത് എന്തിനൊക്കെ വേണ്ടി? അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലോട്ടാണല്ലോ ആ എക്സ്ട്രാ 2 രൂപ, 10 രൂപയുടെ 12 രൂപയ്ക്ക് വിറ്റ എക്സ്ട്രാ 2 രൂപ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. അത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം? ഓക്കെ ആണോ? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമോ? പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാമോ? അതുപോലെ കമ്പനിയുടെ ഷെയറുകൾ ഓൺ ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമോ? അതാണ് ചോദ്യം. എന്തായിരിക്കും ആൻസർ? ഈ 3 കാര്യത്തിനും വേണ്ടി ഉപയോഗിക്കാം. സോ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ക്യാൻ ബി യൂസ്ഡ് ബൈ എ കമ്പനി ഫോർ സെവറൽ പർപ്പസ് ഇൻക്ലൂഡിംഗ് ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ, റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ആൻഡ് ബൈബാക്ക് ഓഫ് ഓൺ ഷെയർ. ക്ലിയർ ആണോ? ഇതൊക്കെ കമ്പനീസ് ആക്ട് പ്രകാരം പെർമിറ്റഡ് ആണ്. സോ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ വരുന്നത്. 14ാമത്തെ ചോദ്യം, എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ കോസ്റ്റ്, പക്ഷെ ആക്ച്വലി ഉണ്ടായ കോസ്റ്റ് അല്ല, പ്രീ ഡിറ്റർമൈൻഡ് മുൻകൂട്ടി തീരുമാനിച്ച കോസ്റ്റ് ആക്ടിവിറ്റിയുടെ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ മുൻകൂട്ടി തീരുമാനിച്ച കോസ്റ്റ് ആണ്.
എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ബേസിസ് ഫോർ കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ ഒരു കോസ്റ്റ് മുൻകൂട്ടി തീരുമാനിക്കും. ഈ കോസ്റ്റിൻ്റെ ബേസിസിലാണ് ആ ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, പ്രോസസ്സ് ആയിക്കോട്ടെ, ഓപ്പറേഷൻ ആയിക്കോട്ടെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോസ്റ്റിനെ എന്തെന്ന് വിളിക്കാം? സോഷ്യൽ കോസ്റ്റ് ആണോ, സങ്ക് കോസ്റ്റ് ആണോ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണോ, ടോട്ടൽ കോസ്റ്റ് ആണോ? ഏതായിരിക്കും ആ കോസ്റ്റ്? പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷനെ. അങ്ങനത്തെ കോസ്റ്റുകളാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. A standard cost is a predetermined cost set in advance for an activity, operation or process. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ആക്ച്വൽ പെർഫോമൻസ് നടന്നു കഴിയുമ്പോൾ സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്യും. സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്തോ നോക്കും. സ്റ്റാൻഡേർഡിന് മുകളിൽ പോവുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്, സ്റ്റാൻഡേർഡിൽ താഴെ നിൽക്കുകയാണെങ്കിൽ പെർഫോമൻസ് പോരാ. അപ്പോൾ എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നോക്കാം. ആ ഡിസ്ക്രീപ്പൻസി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ കൺട്രോളിംഗ് പർപ്പസിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സോ ദ ആൻസർ ഇസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് ഡിക്ലയർഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് നോൺ എസ്. ഓക്കെ ആണോ? 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സാധാരണ വർഷാവർഷമാണ് നടക്കുന്നത്. ഓക്കെ ആണോ? ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത ജനറൽ ബോഡി മീറ്റിംഗ് ആ രീതിയിലാണ് സാധാരണ നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഓക്കെ ആണോ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് നടന്നാൽ അതിനെ എന്തെന്ന് വിളിക്കാം? ഓക്കെ ആണോ? ഒരു മീറ്റിംഗ് അല്ല, ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ അതിനെ എന്തെന്ന് വിളിക്കാം? ഓക്കെ ആണോ? 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഡിവിഡൻഡ് ഡിക്ലറേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നടത്തി. അങ്ങനെയാണെങ്കിൽ അതിനെ ഏത് ഡിവിഡൻഡ് എന്ന് വിളിക്കാം? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണോ, അൺക്ലെയിംഡ് ആണോ, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ആണോ, ഇൻ്ററിം ഡിവിഡൻഡ് ആണോ? ഏതായിരിക്കും ആൻസർ? ഇൻ ബിറ്റ്വീൻ എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്ററിം ഡിവിഡൻഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ക്ലിയർ ആണോ? ബിഫോർ ദ ഫൈനൽ അക്കൗണ്ട്സ് ആർ അപ്രൂവ്ഡ്. അക്കൗണ്ട്സ് അപ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഇയറിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ഡിവിഡൻഡ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താ? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡ് ആണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. അത് ഫൈനൽ പ്രോഫിറ്റിനെ ബേസ് ചെയ്തായിരിക്കും പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ഇതിനൊക്കെ മുന്നേ വരുന്ന ഡിവിഡൻഡ് ഡിക്ലറേഷൻ ആണെങ്കിൽ ഇൻ്ററിം ഡിവിഡൻഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. 16ാമത്തത്, ഈ വെൻഡേഴ്സ് ആർ ഇഷ്യൂഡ് ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓഫ് ₹1 lakh. അപ്പോൾ വെൻഡേഴ്സിന് ഷെയർ കൊടുത്തു, ഫുള്ളി പെയ്ഡ് ഷെയർസ് ആണ്, 1 ലക്ഷം രൂപയുടെ ഷെയർസാണ്. ഓക്കെ ആണോ? പക്ഷേ അവിടെ അസറ്റിൻ്റെ വെർത്ത് എന്ന് പറയുന്നത് 85,000 രൂപയേ ഉള്ളൂ. 1 ലക്ഷം രൂപ അവർ പേ ചെയ്തു, ഫുള്ളി പെയ്ഡാണ്. അപ്പോൾ 1 ലക്ഷം രൂപ ആ ഷെയർ മേടിച്ചവൻ തന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും ആ അസറ്റിൻ്റെ വില അല്ലെങ്കിൽ ഷെയറിൻ്റെ വില 85,000 രൂപ മാത്രമേ ഉള്ളൂ. അവൻ എക്സ്ട്രാ ഒരു 15,000 കൂടെ പേ ചെയ്തു. അതാണ് ടോട്ടൽ അവൻ്റെ 1 lakh വന്നത്. 1,85,000 ആ ഷെയറിൻ്റെ ശരിക്കുള്ള വിലയുള്ളൂ. 15,000 അവൻ എക്സ്ട്രാ പേ ചെയ്തു. ഈ 15,000 എക്സ്ട്രാ പേ ചെയ്തത് ഏത് അക്കൗണ്ടിലോട്ട് പോകും? ഏത് അക്കൗണ്ടിലോട്ട് പോകും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, ഗുഡ് വിൽ അക്കൗണ്ട് ആണോ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ആണോ, നൺ ഓഫ് ദീസ് ആണ്? ഏതായിരിക്കും? ഗുഡ് വിൽ അക്കൗണ്ട് ആണ്. വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് ഹയർ വാല്യൂ, ഹയർ വാല്യൂടാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നെറ്റ് അസറ്റ് വെർത്തിനെക്കാട്ടിലും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഈ കേസിൽ 15,000 അതിനെ എന്തെന്ന് കൺസിഡർ ചെയ്യും? ഗുഡ് വിൽ. അതായത് ആ കമ്പനിക്ക് സൽപ്പേര് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഉണ്ട്. എക്സ്ട്രാ അവൻ പേ ചെയ്തത് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ പൈസ പേ ചെയ്തത്. ഓക്കെ ആണോ? അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ശരിക്കും അതിൻ്റെ വില 85,000 ഉള്ളൂ. പക്ഷേ അവൻ എക്സ്ട്രാ 15,000 കൂടെ പേ ചെയ്ത് 1 lakh പേ ചെയ്തിട്ടുണ്ടെങ്കിൽ 85,000 അതിൻ്റെ വിലയും 15,000 ആ കമ്പനി എൻജോയ് ചെയ്യുന്ന റെപ്യൂട്ടേഷനുമാണ്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് എക്സ്ട്രാ എമൗണ്ട് അതിന് കിട്ടിയത് എന്ന് പറയും. സോ 15,000 ഗുഡ് വിൽ അക്കൗണ്ടിലേക്ക് പോകും. ഈ 15,000 എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഗുഡ് വിൽ എന്ന ഇൻടാഞ്ചിബിൾ അസറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? യെസ്. സോ ഗുഡ് വിൽ അക്കൗണ്ട് ആണ് ആൻസർ. 17ാമത്തത്, the balance in the share forfeiture account after the reissue of forfeited share is transferred to. നമ്മൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം നോക്കുന്നതാണ്. ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്യപ്പെട്ടു, അതായത് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു, ഒരു വ്യക്തി അത് സബ്സ്ക്രൈബ് ചെയ്തു, മേടിച്ചു, അതിൻ്റെ പൈസ അയാൾ ആപ്ലിക്കേഷൻ സമയത്ത് കുറച്ച് കൊടുത്തു, അലോട്ട്മെൻറ്റ് സമയത്ത് കമ്പനി വിളിച്ചു, അത് അയാൾ കൊടുത്തു. പക്ഷേ ഏതോ ഒരു കോൾ അയാൾ എന്ത് ചെയ്തു? ഡിഫോൾട്ട് ചെയ്തു, അയാൾ പേ ചെയ്തില്ല. അപ്പോൾ അത് എന്തായി? അൺപെയ്ഡ് ആയിട്ട് നിലനിൽക്കുക. അപ്പോൾ കമ്പനി അത് പറയുകയാണ്, ഇവൻ പേ ചെയ്യാത്തത് കൊണ്ട് ഈ ഷെയർ ഞങ്ങൾ ഫോർഫീറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഫോർഫീറ്റ് ചെയ്താൽ ആ ഷെയർ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ കമ്പനി അടുത്ത് ചെയ്യുന്നത് എന്താ? ആ ഫോർഫീറ്റഡ് ഷെയർ റീഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്.
കമ്പനി അങ്ങനെ റീഇഷ്യൂവും ചെയ്തു. ക്ലിയർ ആണോ? എന്നിട്ട് ആ ഒരു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ റീഇഷ്യൂവിന് ശേഷവും ബാക്കി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? നമ്മൾ ആ ജേർണൽ എൻട്രി പഠിച്ചിട്ടുള്ളത് ആ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ബാലൻസ് ആഫ്റ്റർ റീഇഷ്യൂ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാറ്റുക. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക്. ദ ബാലൻസ് ഇൻ ദ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ ആണോ? ഇതിനെ ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് റിസർവ് ആയിട്ട് കണക്കാക്കും. ആൻഡ് കനോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? സോ ക്യാപിറ്റൽ റിസർവ് എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, a right of one person to satisfy a claim against another by holding or retaining the possession of others property is termed as. അതായത് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരാൾ നിറവേറ്റിയില്ല, അയാളുടെ ഒരു പെർട്ടിക്കുലർ അസറ്റ് എൻ്റെ കയ്യിലുണ്ട്, കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടുണ്ട്, അയാൾ ആ പറഞ്ഞ കാര്യം നിറവേറ്റുന്നിടം വരെ ഈ സാധനം ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? റൈറ്റ് ഷെയർ എന്ന് വിളിക്കാമോ, ലെഗസി ആണോ, ലീൻ ആണോ, അണ്ടർ റൈറ്റിംഗ് ആണോ? ഓക്കെ ആണോ? എന്താണ് അതിൻ്റെ ആ ഒരു ടേം? ലീൻ ആണത്. ലീൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് ആണ്. അതായത് എൻ്റെ കയ്യിൽ ഒരു വ്യക്തിയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ അയാൾക്ക് ഒരു ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? സോ പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടേണ്ട കാര്യം കിട്ടുന്നിടം വരെ ഈ ഒരു സാധനം അസറ്റ് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഐ എം എക്സസൈസിങ് എ ലീൻ ഓവർ ദാറ്റ് അസറ്റ്. ക്ലിയർ അല്ലേ? A lien is the legal right of a person, the holder, to retain possession of someone else's property until a debt or claim is settled. Okay ആണോ? It acts as a security for the payment of a debt or obligation. So അവനത് പേ ചെയ്യുന്നിടം വരെ അവൻ്റെ ഈ പ്രോപ്പർട്ടി ഞാൻ വിട്ടുകൊടുക്കില്ല. അതാണ് ലീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. സോ ദ ആൻസർ ഇസ് ലീൻ. 19ാമത്തത്, the balance of the debenture sinking fund account after redemption of debenture is transferred to. ഡിബഞ്ചർ റിഡീം ചെയ്തതിന് ശേഷം ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ബാലൻസ് കിടക്കുന്ന പൈസ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? P&L അക്കൗണ്ടിൽ പോവോ, ക്യാപിറ്റൽ റിസർവിൽ പോവോ, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിൽ പോവോ, ജനറൽ റിസർവിൽ പോവോ? ക്യാപിറ്റൽ റിസർവിലോട്ടാണ് അതും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആഫ്റ്റർ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എനി ബാലൻസ് റിമൈനിങ് ഇൻ ദ ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ക്ലിയർ ആണോ? കാരണം അതെന്താണ്? കമ്പനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ ആണോ?